ഓൾറൗണ്ടേഴ്സ് മല്ലൂസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ പഴയ ഒരു ബാത്റൂമിൽ ടൈൽസുകൾ പൊങ്ങി വരുന്നു. പല കാരണങ്ങൾ കൊണ്ട് പൊങ്ങി വരാം. വേരുകൾ വന്നുകൊണ്ടാവും, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒരു കറക്റ്റ് അല്ലാത്തത് കൊണ്ട് അങ്ങനെയാവും, വെള്ളം ലീക്ക് ആയതുകൊണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുള്ള പഴയ ബാത്റൂമുള്ള മിക്ക വീടുകളിലും കാണുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ക്ലയൻറ്റ് നമ്മളെ ഏൽപ്പിച്ചതാണ് ഈ ടൈൽസ് മൊത്തമായിട്ട് ഫ്ലോർ മാറ്റിയിട്ട് അതുപോലെ തന്നെ ക്ലോസറ്റ് ഒന്ന് ക്ലീനാക്കി വെക്കണം. അത് ഉപയോഗ രീതിയിൽ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഉപയോഗിക്കുന്നില്ല, എന്നാൽ നമ്മളിത് അവർക്ക് ഉപയോഗിക്കാൻ രീതിയിൽ ചെയ്തു കൊടുക്കാനാണ് നമ്മൾ ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിത് ഭംഗിയാക്കി അതുകൊണ്ടൊക്കെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇത് നമ്മൾ ചെയ്തു തീർക്കും. അതുപോലെ തന്നെ ഇങ്ങനത്തെയുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ എത്തിക്കും. കാരണം നല്ല മിക്ക വീടുകളിലും ഉണ്ടാകുന്നൊരു സംഭവം ആയതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതൊക്കെ എന്തുകൊണ്ടാണ് ലീക്ക് വരുന്നത് എന്നും കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. പഴയ ബാത്റൂമിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാട്ടർ പ്രൂഫ് അല്ലെങ്കിൽ ലീക്ക് പ്രൂഫ് ഒന്നും അടിക്കാറില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ ലീക്ക് പ്രൂഫ് അടിക്കുന്നുണ്ട്. ആ പഴയ ടൈൽസിലെടുത്ത് കളഞ്ഞു. ഓക്കെ, ലീക്ക് പ്രൂഫ് നന്നായിട്ട്. ഓക്കെ, ഒരു കാരണവശാലും ഈ ലീക്ക് പ്രൂഫിൽ നമ്മൾ വെള്ളം അല്ലെങ്കിൽ വാട്ടർ പ്രൂഫിൽ വെള്ളം ചേർക്കരുത്. ഓക്കെ, ഇത് ബാത്റൂമിൻ്റെ അകത്ത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലീക്ക് പ്രൂഫാണ്. അതുകൊണ്ട് നന്നായിട്ട് 2-3 കോട്ട് അടിക്കുന്നത് യാതൊരു പ്രശ്നവുമില്ല. ഇതിൻ്റെ വാൾ ടൈൽസൊക്കെ നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഫ്ലോർ മാത്രമാണ് ചേഞ്ച് ആക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് 4 കോട്ടോ ഒരു 3 കോട്ടോ നന്നായിട്ട് നമുക്ക് 3 കിലോൻ്റെ ലീക്ക് പ്രൂഫ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബാത്റൂം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മളിത് വെറ്റ് ഏരിയയും അല്ലെങ്കിൽ ഡ്രൈ ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇത് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ക്ലോസറ്റ് കുറച്ച് 1-2 ഇഞ്ച് പൊങ്ങി കിടക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വെള്ളങ്ങളുടെ ശല്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ബാത്റൂം ഉപയോഗിക്കുമ്പോൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വാട്ടർ പ്രൂഫ് അടിക്കാൻ ഗ്യാപ്പ് ഉണ്ടാകാൻ പാടില്ല. അതിനൊക്കെ വാട്ടർ പ്രൂഫ് അടിക്കുമ്പോൾ നമ്മൾ നല്ല ഡ്രൈ ആയിരിക്കണം. ഓക്കെ, ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പ്രൂഫ് അടിക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമുക്ക് അതൊക്കെ ടൈൽസ് വെച്ച് തുടങ്ങാം. ഓക്കെ, 2 ടൈൽസാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എളുപ്പത്തിൽ 2-3 മണിക്കൂർ കൊണ്ട് നമുക്ക് സുഖമായിട്ട് ടൈൽസ് വെക്കാം. നമുക്ക് കറക്റ്റ് അതിനൊക്കെ ലെവൽ കറക്റ്റിംഗ് ആയിരിക്കണം. നമ്മുടെ ക്ലോസറ്റ് ഭാഗത്താണെങ്കിലും വെള്ളം കറക്റ്റ് ക്ലോസറ്റിനകത്തേക്ക് പോകാനും, അത് കണക്ക് നമ്മൾ ഷവറുള്ള ഏരിയയിലാണെങ്കിൽ കറക്റ്റ് നമുക്ക് അതിൻ്റെ വേസ്റ്റിലേക്ക് പോകേണ്ട രീതിയിലേക്കുള്ള സ്ലോപ്പും കറക്റ്റ് കൊടുക്കണം. അത് 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം, 1 ഇഞ്ച് സ്ലോപ്പ് കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് എന്ത് ചെയ്യുമ്പോഴും അത് ലെവലിങ് കറക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ വെള്ളം നമ്മുടെ ബാത്റൂമിൻ്റെ അകത്ത് മിക്ക വീടുകളിലും കാണാം, ബാത്റൂമിൻ്റെ അകത്ത് സെൻറ്ററിലൊക്കെ വെള്ളം നിൽക്കുന്നത് അത് ശരിയല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ടാണ് ലെവൽ കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, നമ്മളെപ്പോഴും 2 ടൈൽസ് 4 ടൈൽസ് മാക്സിമം നമ്മുടെ ബാത്റൂമിൽ വെക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇപ്പം 2 ടൈൽസ് 30 രൂപയ്ക്ക് 40 രൂപയ്ക്ക് ആ റേഞ്ചിൽ ഏകദേശം കുഴപ്പമില്ലാത്ത ടൈൽസ് കിട്ടുന്നുണ്ട്. 60-ൻ്റെ 100-ൻ്റെ 150-ൻ്റെ ഒക്കെ ഉണ്ട്. എന്നാൽ സാധാരണക്കാർക്ക് ആണെങ്കിൽ 30-40 റേഞ്ചിലുള്ളതൊക്കെ കുഴപ്പമില്ലാത്ത കമ്പനിയത് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. നമ്മൾ എപ്പോൾ 2 ടൈൽസ് ആണെങ്കിൽ നമ്മൾ ഗ്യാപ്പ് ഇട്ടിട്ട് അപ്പോക്സ് ചെയ്യണം ബെറ്റർ. അപ്പോക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാട്ടറിൻ്റെ ലീക്കാവുന്ന പ്രശ്നം അല്ലെങ്കിൽ നമ്മുടെ തറയിലകത്തേക്ക് വെള്ളമാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒരു 99% നമുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഏകദേശം ടൈൽസ് എല്ലാം വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ പഴയ ബാത്റൂം കണ്ടാൽ മനസ്സിലാവും. പഴയ ബാത്റൂമിൻ്റെ കോലവും ഇപ്പം ഈ പുതിയ ബാത്റൂമിൻ്റെ ടൈൽസൊക്കെ മാറ്റിയുള്ള കോലവും ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ ക്ലയൻറ്റിന് തന്നെ നല്ല സന്തോഷമായിട്ടുണ്ട്. കണ്ടാൽ തന്നെ ഒരു പുതിയ ബാത്റൂം രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ അത് ചെറിയ ചിലവിൽ ആയ സംഭവമാണ്. കണ്ടത് 2 ഏരിയ ഉണ്ട്, ഒന്ന് വെറ്റ് ഏരിയ ഒന്ന് ഡ്രൈ ഏരിയ. കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നമ്മൾ അപ്പോക്സ് ചെയ്യണം. അപ്പോക്സ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. നമ്മൾ അതിൻ്റെ ടൈൽ പൊടി കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൂർണ്ണമായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അത് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അപ്പോക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ശരിക്കും നടക്കണം. നമ്മൾ ചില ആൾക്കാർ വെറുതെ പൊടിയിട്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ മൂല, അതല്ല, നമ്മളിത് പേസ്റ്റ് രൂപത്തിൽ തന്നെ ആക്കിയിട്ട് ശരിക്കും എല്ലാ സൈഡിലും അതിൻ്റെ ആഴത്തിന് നിറച്ചതിന് ശേഷം 1-2 ഇറുക്കിൻ്റെ ഗ്യാപ്പിൽ നമുക്കത് വലിച്ചങ്ങ് ഒഴിവാക്കണം. അതിന് ശേഷം നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയ ശേഷം പിറ്റേ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും അപ്പോക്സ് ചെയ്യാം. അപ്പോക്സ് പല കമ്പനിയിലെ അപ്പോക്സ് നമുക്ക് കിട്ടും. ഓക്കെ, അത് നമ്മളത് ലോക്കൽ കമ്പനിയിലുണ്ട്. ലോക്കൽ കമ്പനിയിൽ നിന്ന് ചെറിയൊരു പൈസ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളത് കാരണവശാലും അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കരുത്. പൈസ ഒരു 100 രൂപ വരെ 200 രൂപ വരെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് വിചാരിച്ചിട്ട് നമ്മൾ ഈ ലോക്കൽ കമ്പനിയിൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം കൊണ്ട് 6 മാസം കൊണ്ട് സംഭവം റിമൂവ് ആയി അങ്ങ് പോയി. പിന്നെ ഇത് ഗ്യാപ്പാകും. പിന്നെ കൂടുതൽ ഇപ്പോഴുള്ളതിനെക്കാട്ടി അബദ്ധങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുമ്പോൾ വീട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വീട്ടുകാർ ഒരു 100 രൂപയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് ലോക്കൽ കമ്പനികളായ അപ്പോക്സുകളൊന്നും ഉപയോഗിക്കരുത്. അത് ഏത് കമ്പനി നല്ല തരങ്ങൾ ഇന്ന കമ്പനി നമ്മൾ പറയുന്നില്ല, സ്റ്റാൻഡേർഡായ ഒരുപാട് കമ്പനിയുണ്ട്. ആ കമ്പനി ഉപയോഗിക്കാം. അത് വീട്ടുകാരെ പറഞ്ഞ് പണിക്കാർ മനസ്സിലാക്കുക, അല്ലെങ്കിൽ പണിക്കാർ വീട്ടുകാരോട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. അതുപോലെ തന്നെ നമ്മൾ വേസ്റ്റ് ബോക്സിൻ്റെ അതിൻ്റെ വേസ്റ്റ് വെക്കുമ്പോൾ അത് നമ്മൾ സ്റ്റീൽ ടൈപ്പും ഉണ്ട്, നമ്മുടെ പ്ലാസ്റ്റിക്കും ഉണ്ട്. ഓക്കെ,
പ്ലാസ്റ്റിക് റേറ്റ് കുറവായിരിക്കും, സ്റ്റീൽ ടൈപ്പിന് റേറ്റ് കൂടുതലുണ്ടാവും. അത് നിങ്ങളുടെ ബാത്റൂമിന് യോജിച്ചത് അല്ലെങ്കിൽ ക്ലൈൻറ്റ് ഏതാണെന്ന് പറയുന്നത് അത് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് പ്ലാസ്റ്റിക് ആണെങ്കിൽ കുറേ കാലം നിൽക്കും. അതിന് ഏകദേശം അപ്രോക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പുതിയൊരു ബാത്റൂമിൻ്റെ ലുക്ക് തന്നെ ആയിട്ടുണ്ട്. വീട്ടുകാർക്കെല്ലാം ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ഒക്കെ എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും നമ്മൾ ഈ ചാനൽ ഉൾപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീണ്ടും ഒരു നല്ല വീഡിയോയുമായിട്ട് നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം. ഗുഡ് ബൈ.